സംസ്ഥാനത്ത് അടുത്ത 3 മണിക്കൂറിനുള്ളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. പ്രതീഷ്, എറണാകുളത്തൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ അത് തന്നെ സമാനമായ അവസ്ഥയാണോ തിരുവനന്തപുരത്ത്? എങ്ങനെയാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ്? അലേർട്ട് ഉണ്ടോ ഏതെങ്കിലും ജില്ലയിൽ? പ്രവിത, തിരുവനന്തപുരത്ത് രാവിലെ മുതൽ തന്നെ ശക്തമായ ചൂടും വെയിലുമാണ്. പക്ഷേ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏറ്റവും പുതിയ മുന്നറിയിപ്പ് നൽകുന്നത് 7 ജില്ലകളിൽ അതിശക്തമായ മഴ വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്നതാണ്. 7 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് മുന്നറിയിപ്പ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. അത് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വൈകുന്നേരം 6 മണി വരെ, അതായത് 3 മണിക്കൂർ മാത്രമായിരിക്കും ഈ ഓറഞ്ച് മുന്നറിയിപ്പ് ഉള്ളത് എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയുണ്ടാകുമെന്ന് കൂടി കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. മഴയ്ക്ക് പുറമെ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഒപ്പം തീരമേഖലയിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്കുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. അത് 1 മീറ്റർ വരെ ഉയരത്തിൽ ശക്തമായ തിരമാല ഉണ്ടാകുമെന്നതാണ് പ്രധാനമായും സമുദ്രസ്ഥിതി ഗവേഷണ പഠന കേന്ദ്രവും അറിയിച്ചിരിക്കുന്ന കാര്യം. കന്യാകുമാരി തീരത്ത് ഇത് 1.4 മീറ്റർ വരെ ഉയരത്തിൽ ശക്തമായ തിരമാലകൾക്കും സാധ്യതയുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ കേരളത്തിലെ 7 ജില്ലകളിൽ ശക്തമായ അല്ലെങ്കിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. പ്രവിത, ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. അപ്പൊ ശക്തമായ മഴയാണ്, ചെറിയ മഴയല്ല. അപ്പൊ അത് കരുതിയിരിക്കുക, ജാഗ്രത പാലിക്കുക.